ഹായ് ഗായ്സ്, നമ്മൾ പോവുകയാണ്. പെട്ടിയൊക്കെ എടുത്തിട്ട് നാട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അത് കുറച്ച് സൂക്ഷിച്ചു നോക്കണം. അത് നിന്നോളൂ. ഒരാഴ്ചത്തേക്കുള്ള ട്രിപ്പാണ്. പക്ഷെ പെട്ടി കിട്ടിയപ്പോൾ കുറേ ദിവസത്തേക്കുള്ള സാധനങ്ങളായിട്ട്. അപ്പൊ ഇത്രയും പെട്ടിയായാലും ഈ കാറിൽ നമ്മളെ പെട്ടി തന്നെ കുറെ ഉണ്ടാവില്ലേ? ഇപ്പല്ലേ നമ്മള് പ്രൊആക്റ്റീവ് ആയിട്ട് രാത്രി തന്നെ പാക്ക് ചെയ്ത് വെക്കുന്നല്ലേ? രാവിലെ ഉറങ്ങിപ്പോടെ പോവാലോ. ഒരു 4-5 മണിക്ക് ഇറങ്ങാനാണ് പ്ലാൻ ചെയ്യുന്നത്. അതങ്ങനെ ചുളിക്കല്ലേ? മോർണിംഗ് ഗായ്സ്, നമ്മൾ വീട്ടിൽ പോകാനുള്ള പരിപാടിയാണ്, നാട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, ഒരു 5 minutes ആയിട്ട്. 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരു 10 minutes ആയി. നമ്മളിവിടെ ഔട്ടർ റിംഗ് റോഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വ്ളോഗ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം, നമ്മളുടെ ട്രാവൽ ഇവിടുന്ന് നാട്ടിലേക്ക്, അതായത് കണ്ണൂർ പയ്യന്നൂരേക്ക് നമുക്ക് എത്ര സമയം എടുക്കും ഹൈദരാബാദിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത്. ആൻഡ് ഓൾമോസ്റ്റ് എക്സ്പെൻസും കൂടെ നമ്മളിൽ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, സോ വരാം ഗൈസ്. നേരം പരപരാ വെളുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്ര നേരത്തെ പോകുന്നതാ? അവിടെ ഇതുണ്ടത്ര, ചന്ദ്രനത്ര. കറന്റ്ലി നമ്മളിപ്പോ ഹൈദരാബാദ് ഔട്ടർ റിംഗ് റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. This is Hyderabad Airport Road. Camera ahead, 120 km/h speed limit. നമ്മള് രാവിലെ എണീച്ചു, ഒരു 5 o'clock 5 മണിക്ക് എണീച്ചിട്ട് ഇപ്പോൾ ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങി. പിന്നെ ഇന്നലെ രാത്രി തന്നെ പാക്കിംഗ് ഒക്കെ ചെയ്തായിരുന്നു. എന്നിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ സാധനവും എടുത്തിട്ട് നമ്മൾ പെട്ടി കയറ്റി ഡിക്കി കയറ്റി. യാത്ര പുറപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു 2 മണിക്കൂറിനടുത്തായി. ഓൾമോസ്റ്റ് 2 മണിക്കൂർ, 2:30 സമയം. നല്ല സ്മൂത്ത് റോഡാണ്, കൂളായിട്ട് പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ കർണൂൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് തെലങ്കാന കഴിഞ്ഞിട്ട് ആന്ധ്ര എത്തി. ആന്ധ്രയുടെ ബോർഡർ ഫസ്റ്റ് പ്ലേസ് ആണ് കർണൂൽ, ഹൈദരാബാദ് വരുന്ന സമയത്ത്. അപ്പോൾ അവിടെ എത്തി. ഇനി നമ്മൾ അനന്തപുരം എടുക്കും. അത് കഴിഞ്ഞ് ബാംഗ്ലൂർ റൂട്ട്. ഇപ്പം ബാംഗ്ലൂർ ഹൈദരാബാദ് ഹൈവേയിലേക്കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂരാണ് നമ്മൾ അടുത്ത ഫോക്കസ് ഡെസ്റ്റിനേഷൻ പോയിന്റ്. മുത്തതിനൊക്കെ ഉറക്കം ഉറങ്ങി, ഒരു 1/2 മണിക്കൂർ കൂടുതൽ ഉറങ്ങി തോന്നുന്നല്ലേ? കുറച്ച് ഞാൻ ഇന്നലെ ഉറങ്ങിയത് ഇത്ര ശരിയായിട്ടോ. കുറച്ച് ഉറങ്ങണ്ടോ? അപ്പോൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷനത്തിൽ കാണാം. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും നല്ല അടിപൊളി കാഴ്ചകൾ ഉണ്ടെങ്കിൽ കാണിച്ചു. വേണമെങ്കിൽ അനന്തപുരത്തിന്റെ കുറച്ച് ബിറ്റ്സ് ആൻഡ് പീസസ് കാണിക്കല്ലേ? ശാന്തസുന്ദരമായിട്ടുള്ള ഒരു സ്ഥലത്ത് കഴിക്കാൻ വേണ്ടി, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. നമുക്ക് വ്യൂ പൊളിയാണ്, വേറെ ലെവൽ വ്യൂ. നമ്മൾ വണ്ടി കാണാം. ചെറിയൊരു ചായക്കടയാണ്. ചെറിയൊരു ചായക്കടയല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത റെസ്റ്റോറൻ്റ് ആണ്. ഇനിയിപ്പോൾ അവര് തരുന്നോട്ട് പോവോ? അവര് ചിലപ്പോ പറഞ്ഞാൽ ആക്കിക്കോളൂ.
രണ്ടുപേരും ഒന്നിച്ചെടുക്കാനാണോ? ശരിക്കും നമ്മളും അപ്പുറത്ത് വേറൊരു ഫാമിലി ഉണ്ട്, ഒരു 4-5 പേര്. രണ്ടുപേരും വണ്ടി ഒരുമിച്ചാണ് കൊണ്ട് പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ കടക്കാരൻ വിചാരിച്ചു രണ്ടാളും ഒന്നിച്ച് വന്നയാളാന്ന്. എന്നിട്ട് ചോദിക്കണേ ബില്ല് ഒന്നിച്ച് തരട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബില്ല് ഒന്നിച്ചാക്കിയതൊക്കെ ചോദിക്കുന്നുണ്ട്. കൊടുത്താലോ ബില്ല്? അല്ല, നമ്മളെയും കൂടെ അവർക്ക് കൊടുത്താലോ? അങ്ങോട്ട് കാണിച്ചു കൊടുക്കും. നല്ല ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഉള്ളത്. മൊത്തത്തിൽ ഓപ്പൺ ആണ്. ആന്ധ്രയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഫുള്ളി ഇങ്ങനെ ഓപ്പൺ ഏരിയ ആണ്. മറ്റേ ഡെക്കാൻ പ്ലാറ്റ്യൂ എന്ന് പറയുന്ന സംഭവമില്ലേ, അതാന്ന് തോന്നുന്നു മൊത്തത്തിൽ. അതായത് ഒരു മലയും അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒന്നുമല്ല. ഇവിടെ നോക്കിയാലൊരു മലയുണ്ട്, പക്ഷെ അത് വേറെ ഓരോ സ്ഥലത്ത് കുഞ്ഞു കുഞ്ഞു മലയല്ലേ. പക്ഷെ ഇവിടെ നോക്കിയാൽ ചിലപ്പോൾ 5 കിലോമീറ്ററൊക്കെ അങ്ങ് ഒറ്റ സ്ട്രെച്ചിൽ കാണാൻ പറ്റും. നല്ല കാറ്റുണ്ടല്ലേ. താഴെ ഇട്ടിട്ടുണ്ടല്ലേ. ആക്ച്വലി നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. ശരിക്കും ഈ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത ഇവിടുത്തെ ഫുഡ് അത്ര നല്ല അടിപൊളി ഫുഡൊന്നും അല്ല. പക്ഷേ ടോയ്ലറ്റ് ഫുൾ ക്ലീൻ, നൈസ്, നീറ്റ്, പ്യുവർ വൈറ്റ് ടോയ്ലറ്റാണ് ഇവിടുത്തെ. ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവമാണ് ഈ ഒരു സെറ്റപ്പിൽ നല്ല ടോയ്ലറ്റ് ഉണ്ടാകുന്നത്. പക്ഷെ കിട്ടേയിലാണ് ടോയ്ലറ്റ്. നല്ല ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ് ഇതിന് മുമ്പ് 1-2 ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അവിടുത്തെയും അത് നല്ല വലിയ സെറ്റപ്പ് റെസ്റ്റോറൻറ്റൊക്കെയാണ്. പക്ഷെ അവിടുത്തെ ടോയ്ലറ്റ് അവർ അത്ര മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. പക്ഷെ ഇവർ ഇവിടെ പൊളിച്ചടക്കി മെയിൻറ്റെയിൻ ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. ഇനി ഇപ്രാവശ്യം എന്താണെന്ന് നോക്കിയിട്ട് വേണം തീരുമാനിക്കാം. ഭക്ഷണം കഴിച്ചിട്ട് നോക്കാമെന്ന് വിചാരിക്കുന്നു. പോയി നോക്കാം. കോഫി കിട്ടി. കുടിച്ചൊക്കെ ടേസ്റ്റ് ഉണ്ടോ? ഭയങ്കര ചൂട്, എടുക്കാൻ പറ്റുന്നില്ല. നല്ല മണം വരുന്നു കോഫിക്കാ. നല്ലതാണ്. താങ്ക് യു. ഇതാണ് കേസ് ദോശ. ക്രിസ്പിയാണ് ഫസ്റ്റ് ഓഫ് ഓൾ. തേങ്ങ ചട്നിയാണോ? അല്ല, മറ്റേ കടലേൻ്റെ ചട്നിയാണ്. അതിടും ഒരു സാമ്പാറിലും കൂടെ മുക്കി വെക്കാം. ഫ്രഷ് ആട്ടോ, നല്ല തന്നെയാണ്. പക്ഷെ മറ്റേ ഇതില്ലാന്നില്ല. സാമ്പാർ കുറച്ച് സ്പൈസിയാണ്. നമുക്ക് എടുത്ത സാമ്പാർ ചട്നി കൊള്ളാം. എൻ്റെ ഇഡ്ഡലി വരുന്നത് ഇത് കൊള്ളാം, ഇത് നല്ലതുണ്ട്. ഇത് തേങ്ങേൻ്റെ മറ്റേ ചമ്മന്തി പോലെ തന്നെ ഉണ്ട്. ഇഡ്ഡലിക്ക് എന്താ ഒരു ചോറിന് ടെക്സ്ചർ. വലിയ ഇഡ്ഡലിയും വലിയ വടയും. ഗൈസ്, അപ്പോൾ നമ്മൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് ഒന്ന് റീഫ്രഷ് ആയിട്ട് ഇപ്പോൾ വീണ്ടും ജേർണി റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് സമയം അധികം സമയം അവിടെ സ്പെൻഡ് ചെയ്തു. മോർ ദാൻ ഹാഫ് ആൻ അവർ അവിടെ പോയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 1 hour ആയിട്ടുണ്ടാവും അല്ലേ? ബട്ട് കുഴപ്പമില്ല. നമ്മൾ അറൈവൽ ഓൾമോസ്റ്റ് സെയിം ടൈം തന്നെയാണ് ഉള്ളത്. സോ ഇപ്പം നമ്മൾ അനന്തപുരം എത്താനായിട്ടുണ്ട്. ഇനി ഓൺ ദ വേ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടാൽ ലെറ്റ്സ് കം ബാക്ക്. നല്ല വെയിലല്ലേ? അയ്യോ, ഇതിൽ ഭയങ്കര പൊടി. ഇപ്പൊ ഏകദേശം ഒരു ഉച്ച തന്നെയായി. സമ്മർ പോലെ. ബ്രേക്ക്ഫാസ്റ്റിന് എത്ര ബില്ലായിരുന്നു? 260 260 രൂപയായിരുന്നു ബില്ല് വന്നേക്കുന്നത്.
പിന്നെ അതിന് മുമ്പ് നമ്മൾ ഇത് അടിച്ചിട്ടുണ്ടായിരുന്നു, എണ്ണ അടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3000 റുപ്പീസിന് എണ്ണ അടിച്ചിട്ടുണ്ട്. എണ്ണ കുറച്ചേ അടിച്ചിട്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെലങ്കാനയിൽ പൈസ കൂടുതലാണ് കർണാടകനെ അപേക്ഷിച്ച്. അപ്പോൾ കഴിച്ച് ബാംഗ്ലൂർ എത്തിയിട്ട് എണ്ണ അടിക്കാം. അപ്പം 3000 റുപ്യ അടിച്ചാൽ ഏകദേശം ബാംഗ്ലൂർ എത്താനുള്ള എണ്ണ വണ്ടികളുണ്ടാവും. ബാക്കി ബാംഗ്ലൂർ എത്താമെന്നില്ല, കർണാടക എവിടെയെങ്കിലും എത്തുന്ന രീതിയിൽ നോക്കിയിട്ട് ബാക്കി അടിക്കാമെന്ന് വിചാരിച്ചു. മുത്തു ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിക്കൊണ്ടുവന്ന ഫ്രൂട്ട്സ് ആയത് സ്ട്രോബെറി ഉണ്ട്, നെല്ലിക്ക നമുക്ക് ഓൾറെഡി ഉണ്ടായേനെ. പിന്നെ മുന്തിരി ഇത് ഫ്രിഡ്ജിൽ ഉണ്ടായതാ. സ്ട്രോബെറി ശരി യൂസ്ഫുൾ. ഞാൻ കഴിച്ചു. എന്തായാലും അത്യാവശ്യം നല്ല വെയിലുണ്ടാവില്ലേ, അപ്പൊ എന്തായാലും ഡീഹൈഡ്രേറ്റ് ആവും. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും കയറ്റി കൊണ്ടുവന്നാലേ സെറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണിക്കും. പിന്നെ ഞാൻ മാത്രമാണ് ഗ്യാസ് ഇപ്രാവശ്യം ഓടിക്കുന്നത്, വേറെ ആരുമില്ല. ഞാൻ തന്നെയാണ് 100 കിലോമീറ്റർ ഓടിയത്. ഞാൻ 2 കൈ നോക്കിക്കോ. ലക്കിക്ക് വിശന്നിട്ട് ഉറങ്ങുന്നായിരിക്കുവാ. ഇതാണ് കിയന്റെ ഇന്ത്യയിലത്തെ ഷോറൂം മാനുഫാക്ചറിംഗ് ഫാക്ടറി. ഇത്രയും വലിയ ഒരു പ്ലാന്റ് ഉണ്ട് കിയക്ക്. കിയ കാസിന് ഇവിടെ ഇന്ത്യയിൽ ഇത്രയും വലിയ പ്ലാന്റ് ഉണ്ട്. ഇത് അനന്തപുരാണ്, ആന്ധ്രാപ്രദേശിൽ. ഇത് വലുതല്ലേ, ഒരു 3 കിലോമീറ്റർ ഒക്കെ ഉണ്ട് തോന്നുന്നു. റോഡിന് ഇതിന്റെ ഒരു വലിപ്പം വീഡിയോയിൽ കിട്ടുന്നുണ്ടോ തോന്നുന്നില്ല, പക്ഷേ ഹ്യൂജ് പ്ലാന്റ്. ഇവിടെ മാനുഫാക്ചറിങ്ങും സപ്ലൈയും എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. കംപ്ലീറ്റ് പ്ലാന്റ് ഇവിടെയാന്ന് തോന്നുന്നു മൊത്തത്തിൽ ഇന്ത്യയിലേക്കല്ല. ഈ ഒരു ഏരിയ ഇപ്പൊ കിയ വില്ലേജ് നേരത്തെ കണ്ടില്ലേ, കിയ കൊറിയൻ ഷോപ്പൊക്കെ ഉണ്ട്. കൊറിയൻ ലഞ്ചൊക്കെ കിട്ടുന്ന സ്ഥലം ഇവിടെ. കൊറേ കൊറിയക്കാരും ചിലപ്പോ വർക്ക് ചെയ്യുന്നുണ്ടാവും. മുന്നിലേക്ക് നോക്കിയാല് കൊറേ കാറ്റാടി മരങ്ങൾ കാണാം. ആ വണ്ടി കണ്ടോ, അതെല്ലാം കാറ്റാടി മരം എന്ന് പറയുന്നത് നല്ല ക്യൂട്ട് പേരല്ലേ. കാറ്റാടി മരം ആക്ച്വലി ഇറ്റ്സ് നോട്ട് കാറ്റാടി മരം. ഈ വണ്ടി കണ്ടോ, ഇതെല്ലാം കാറ് കൊണ്ടുപോകുന്ന വണ്ടിയാണ് അല്ലേ? സോറി, ഇതൊന്നും കാറ് കൊണ്ടുപോകുന്ന വണ്ടിയല്ല. അതല്ല, അതിന്റെ വലിയ വണ്ടി ഉണ്ടാവില്ലേ. സൈഡിൽ റോഡ് പണികളൊക്കെ ഉണ്ട് ഫുള്ള്. ഇതിലിപ്പോ തുടങ്ങിയോ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇങ്ങനെ ഹാപ്പനിങ് സ്പോട്ട് ആയിട്ടുണ്ടല്ലേ. ശരിക്കും ഒരു ഇൻഡസ്ട്രിയൽ ബൂം തന്നെ ആയിരിക്കും അല്ലേ, ഒരു ഇങ്ങനത്തെ ഒരു വലിയ ജയന്റ് ആയിട്ടുള്ള എന്താ പറയാ മാനുഫാക്ചറുകളെല്ലാം വരുമ്പോ. ശരിക്കും അത്യാവശ്യം കൂടുതൽ ചിലപ്പോൾ 10-50 ആൾക്കാർക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് കിട്ടിയിട്ടുണ്ടാവില്ലേ. ശരിക്കും ആ ഒരു പ്ലാന്റ് വന്നതിന് ശേഷം എന്തായാലും ഒരു 10-50 ആൾക്കാർ ആ പ്ലാന്റിൽ വർക്ക് ചെയ്യുന്നുണ്ടാവില്ലേ. അപ്പോ അത്രയും ആൾക്കാർക്കുള്ള ജോലിയായി. ഉറപ്പായിട്ടും. കാരണം അതിലിപ്പോ പല ആൾക്കാർ ഇവിടെയുള്ള ആൾക്കാരായിരിക്കും, പല ആൾക്കാർ പുറത്തുള്ള ആൾക്കാരായിരിക്കും. പുറത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്കുള്ള താമസം, അപ്പൊ അതിനനുസരിച്ച് ഇവിടെ ബിൽഡിംഗ് ഒക്കെ അവർ പണിച്ചിട്ടുണ്ടാവും. പുതിയ ആൾക്കാർക്ക് റെന്റ് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ കുറെ ആൾക്കാർക്ക് ജോലി ഇത് കിട്ടിയിട്ടുണ്ടാവും അല്ലെ, ഒരു വരുമാന സ്രോതസ്സായില്ലേ. ഈവൻ ഫുഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചെറിയ ലോക്കൽ മറ്റേ വെജിറ്റബിൾ ഒക്കെ വെക്കുന്ന വെണ്ടേഴ്സ്, അങ്ങനെ എല്ലാ ആൾക്കാരും ഒരുപാട് ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് ആക്ച്വലി ഈ ഒരു സംഭവം കൊണ്ട് ഇത് കിട്ടിയിട്ടുണ്ടാവും, ഒരു വരുമാന സ്രോതസ് ഉണ്ടാവും. നമ്മൾ ഇതിന് ഒരു 100 കിലോമീറ്റർ ബാക്കിൽ നമ്മൾ വരുന്ന സമയത്ത് ആൾക്കാർ ചെയ്യുന്നതാണ് മറ്റേ സപ്പോർട്ടെല്ലാം പറിച്ചിട്ട് റോഡ് സൈഡിൽ വെച്ചിട്ട് അവരിങ്ങനെ വിളിക്കുകയാണ് അത് വാങ്ങിക്കാൻ വേണ്ടിട്ട്. അത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ ഇപ്പം അങ്ങനത്തെ ഒരു സെറ്റപ്പിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഫാമിങ് മാത്രമേ ഉള്ളൂ അല്ല, കൃഷി അല്ലാണ്ട് വേറൊരു സോഴ്സ് ഇല്ലല്ലോ. പക്ഷെ ഇപ്പൊ ഇവർക്ക് വലിയൊരു ഇൻകം സോഴ്സ് ആയില്ലേ, ഭയങ്കരമായിട്ട് കൂടിയില്ലേ.
കേരളത്തിൽ ഇങ്ങനത്തെ പല ഇനിഷ്യേറ്റീവ്സും വേണം. പക്ഷെ നമ്മുടെ നാട്ടില് വരാനുള്ള ചാൻസ് ഇങ്ങനത്തെ അല്ലെങ്കിൽ നമ്മള് ഒരു ജോഗ്രഫിക് ആപ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് നമ്മുടെ നാട്ടിൽ ഇതിനൊന്നും ഇപ്പം അതിന് മാത്രമുള്ള സ്ഥലമൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ സ്ഥലം കൊടുക്കാൻ പറ്റൂല. എന്താ സാധനം? കോളേജ് ഇതിനോട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിലേക്ക് കടന്നിരിക്കുകയാണ് അല്ലേ? ബോർഡർ കടന്നില്ലേ? And you know what is the exciting thing about Bangalore? Traffic? No. Traffic അല്ല. It's biryani. നമ്മള് മണീസ് ദം ബിരിയാണിയോ അല്ലെങ്കിൽ നലപ്പാക്കട്ടി അല്ല, അയ്യോ തലപ്പാക്കട്ടി സോറി ദിണ്ടുക്കൽ തലപ്പാക്കട്ടി ബിരിയാണിയോ കഴിക്കാൻ പോകാം. ശരി, പക്ഷേ പുറത്തേക്കൂടെയുള്ള ഏതെങ്കിലും റെസ്റ്റോറന്റ് നോക്കിട്ട് സെറ്റ് ആക്കണം കേട്ടോ. അതിനകത്ത് പുറത്തേക്കൂടെ അല്ലാണ്ട് പിന്നെ റെസ്റ്റോറന്റ് അവിടെ ഉണ്ടോ? അങ്ങനെയല്ല, ഉള്ളില് വാർത്തള്ളി അങ്ങനെ നോക്കിട്ട് അങ്ങനെയല്ലല്ലോ. എന്തായാലും ഹെബ്ബാളിൽ നിന്ന് ഇലക്ട്രോണിക് സിറ്റി എത്തണമെങ്കിൽ നമുക്ക് ബാംഗ്ലൂരിന്റെ ഉള്ളിൽ തന്നെ പോണം. ഹെബ്ബാളിൽ നിന്ന് എങ്ങനെ ഇലക്ട്രോണിക് സിറ്റി ടൗണിന്റെ ഉള്ളിൽ അല്ലാണ്ട് പോവാ? നമ്മൾ എന്തായാലും അതിന്റെ ഉള്ളിലെ കൂടി തന്നെ പോവാ. ഐ ആം എക്സൈറ്റഡ് ടു ഹാവ് ബിരിയാണി. കാരണം നമ്മള് ഇന്ത്യയിലത്തെ ബെസ്റ്റ് ബിരിയാണി കിട്ടുന്ന സ്ഥലത്തു നിന്നല്ലാന്ന് വരുന്നെങ്കിലും ഹൈദരാബാദ് is very famous for biryani, right? പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇറ്റ്സ് ഗുഡ്. പക്ഷെ എൻ്റെ ഒരു ടേസ്റ്റ് ബഡ്സ് കുറച്ച് നമ്മളെ മലബാർ ബിരിയാണി അല്ലെങ്കിൽ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി, ബാംഗ്ലൂർ ബിരിയാണീസിലേക്കാണ്. ചിലപ്പോൾ നമ്മളവിടെ കുറെ കാലം ജീവിച്ചുകൊണ്ടായിരിക്കും. So let's see when we are having biryani. ബാംഗ്ലൂരിൽ പെട്രോളിന് 102.89 പ്രൈസ്. ഹൈദരാബാദിൽ 107 സംതിങ് ആയിരുന്നു. തെലുങ്കാനയിൽ. ആന്ധ്രയിൽ 117 തോന്നുന്നു. 117 അത്ര കണ്ടു. താഴെ ഇറങ്ങിയത്. Yes, we are in Bangalore now. ഓൾമോസ്റ്റ് 2 മണിക്ക് എത്തി അല്ലേ? ഉച്ചയായോണ്ട് തന്നെ ഒരു ട്രാഫിക് അത്ര ഒരു എന്താ പറയാ പവർഫുൾ ആയിട്ട് കാണുന്നില്ല അല്ലേ? ഉണ്ടാവായിരിക്കും കുറച്ചുകൂടെ ഉള്ളിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ. എന്നാലും കുറവാണ്. നല്ല ചൂടുണ്ട്. പക്ഷെ മെട്രോ ഇപ്പൊ എയർപോർട്ട് വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പരിപാടി. ആക്ച്വലി എനിക്ക് വെയിൽ കൊണ്ടുകൊണ്ട് തലവേദന എടുക്കും, കുറച്ച് തലവേദന എടുക്കും. വണ്ടി ഓടിച്ച മുത്താണെങ്കിലും എനിക്ക് തോന്നുന്നു. So the exciting part is we are going to have biryani in 19 minutes. Yeah. Which biryani? Veg biryani. Alla. ഏത്? അല്ല മണീസ് ദം ബിരിയാണി. ഇല്ല ഏതാണെന്ന് എനിക്ക് ഓക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ അടുത്ത് കണ്ടത് മണീസ് ദം ബിരിയാണിയാണ്. ഏതോ ഒരു ഫ്ലൈ ഓവർ വരും, അത് കറക്റ്റ് എടുക്കണം. മൊത്തം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അത് മിസ് ആയിട്ടാണ് പിന്നെ നമ്മൾ വേറെ ബ്രാഞ്ചിൽ പോയി. സോ ആ ഫ്ലൈ ഓവർ ഒന്ന് കറക്റ്റായിട്ട് എടുക്കട്ടെ. നമ്മള് എന്തായിരുന്നു അതിന്റെ പേര്? അല്ല, സർവീസ് റോഡ് കറക്റ്റായിട്ട് എടുത്തു. We are reaching the hotel in 1 minute. Congrats മുത്തു. എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. മെട്രോ എന്ന് തോന്നുന്നു. ഫ്ലൈ ഓവർ. ഇനിയിപ്പോ യൂട്ടേൺ എടുക്കണം അപ്പുറത്തെ സൈഡിലാ. ചെറിയൊരു പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ടാവും. ഇല്ല, ഇടുന്നല്ല, കുറച്ചുകൂടി ഫ്രണ്ടില്. അങ്ങനെ നമ്മൾ മണീസ് ദം ബിരിയാണിയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ഈടുള്ള സമയത്ത്, ബാംഗ്ലൂരുള്ള സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ആഴ്ചക്ക് ഒരു പ്രാവശ്യമെങ്കിലും വാങ്ങി കഴിക്കുന്ന ബിരിയാണിയിൽ ഒന്നായിരുന്നു മണീസ് ദം ബിരിയാണി.
ഞാൻ പണ്ട് ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദ ടൈം വർക്ക് ഫ്രം ഹോം ആയിരുന്നല്ലേ? കേൾക്കുന്നുണ്ടോ? അതിനുള്ളിൽ കൂടി പറയുന്നത്. ഞാൻ ഇവിടെ ഉണ്ടായ സമയത്ത് ഗൈസ് ലൈക്ക് ലാസ്റ്റ് ഇയർ ഫുള്ള് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പം ഞാൻ ആ ഒരു സമയത്ത് മെയിൻ ലഞ്ചിന് കഴിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ മണീസ് ദം ബിരിയാണി, IPL ബിരിയാണി. അവിടെ പോയിട്ട് ഡബ്ബേ. സോ അത് ഭയങ്കര ക്വാണ്ടിറ്റി ആയാലും മറ്റേ കറക്റ്റ് ക്വാണ്ടിറ്റി ആയിരുന്നു. എനിക്ക് എപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ക്രേവിങ് വരും ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതോ അല്ലെങ്കിൽ തലപ്പം കട്ടി. ദാറ്റ്സ് മൈ ഫേവറേറ്റ് ബിരിയാണി നമ്മളെ കേരള ബിരിയാണി കഴിഞ്ഞാൽ. ഫേമസ് IPL ബിരിയാണി. ഇതിന് IPL ബിരിയാണി എന്താ പേരൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. IPLന്റെ സമയത്താ കഴിക്ക്. ബെസ്റ്റ് കാണുന്നു. അയ്യോ ഇത് നമ്മളെ രണ്ടാളും കൂടിയിട്ടുള്ള സാധനമല്ല. ഞാൻ എന്നോട് ചോദിച്ചു ഇങ്ങനത്തെ വരുമായിരിക്കും. ഒരു ചിക്കൻ പീസ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ച് കുറച്ച് റൈസും ഒരു കഷ്ണം മുട്ടയും വെച്ച് മിക്സ് ചെയ്തിട്ട് അടിക്കണം. അടിക്കുന്നത് ഞാൻ കാണിക്കാം. ഒരു കഷ്ണം ഉള്ളി മുഖ്യം എടുത്ത് ഇതാക്കിയിട്ട് കഴിക്കണം കാണിക്കാൻ പറ്റില്ല. ബിരിയാണി സോസം അടിപൊളിയായിരുന്നു. അത് ഇവിടെ ഒരു പാർക്കുണ്ട്. പാർക്കിനടുത്താണ് വണ്ടി പാർക്ക് ചെയ്തത്. ബിരിയാണി എനിക്ക് പൊളിയായിരുന്നു. നല്ല പൊളിയായിരുന്നു. ഹലോ മധു, എങ്ങനെയുണ്ടായിരുന്നു? പേടി ഓടുന്നേ. എങ്ങനെയുണ്ടായിരുന്നു അല്ല ബിരിയാണി? നോ ഷിറ്റ് ബിരിയാണി സോസം. നമ്മള് കാർ ഇത്രയും ദൂരം പാർക്ക് ചെയ്തിട്ടാണ് പോയെങ്കിലും എല്ലാം വെറുത്തായിരുന്നു. അത്യാവശ്യം നല്ലൊരു പാർക്കാണ് ഗൈസ്. പക്ഷെ പാർക്കിന്റെ ചുറ്റുവട്ടമൊന്നും ശരിയില്ല. ചുറ്റുവട്ടത്തൊക്കെ മറ്റേ അനാശാസ പ്രവർത്തനം നടക്കണമെന്നോ. വെള്ളടിയും ബാക്കി സംഭവമൊക്കെ അവിടെ കുറെ എന്തെങ്കിലും എഴുതി കാണുന്നില്ല. കുക്കിംഗ് സാധനങ്ങളൊന്നും. നല്ല ചൂട്, പൊളിച്ചൂട്. ഓ പട്ടീൻ്റെതാണോ കണ്ടത്? അത് കുറച്ചൊന്നല്ല, എത്ര ഓക്കെ. അപ്പൊ നമുക്ക് ബാംഗ്ലൂർ ടു പയ്യന്നൂർ. അപ്പൊ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പെട്ടെന്ന് സ്ഥലം കാലിയാക്കണം. എങ്ങനെയെങ്കിലും പുറത്തടക്കണം. മൊത്തം പുറത്തടക്കലാണ് മെയിൻ ലക്ഷ്യം. ചൂടുന്നൊന്ന് പുറത്തിടുന്നു. ഓക്കെ ഗായ്സ്, അപ്പോൾ നെക്സ്റ്റ് സ്റ്റോപ്പ് കാണാം. ഇപ്പോൾ ഫുഡ് കഴിച്ചത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് 580 സംതിങ് ആയിരുന്നു ഫുഡിന്. 2 ബിരിയാണിയും 2 ലൈം ജ്യൂസും 580 സംതിങ് ആയിരുന്നു. പിന്നെ നേരത്തെ വീണ്ടും പെട്രോൾ അടിച്ചായിരുന്നു. പെട്രോൾ വാസ് എത്രയായിരുന്നു? ഫുൾ ടാങ്ക് അടിച്ചു.
5800 ആയിരുന്നു നേരത്തെ പെട്രോൾ അടിച്ചതിന്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ലൊക്കേഷൻ. എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മൈസൂർ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മൈസൂരേക്ക് ഒരു 120 കിലോമീറ്റർ ഉണ്ട്. ടോട്ടൽ വീട്ടിലേക്ക് കാണിക്കുന്നത് ഇതാ 309 കിലോമീറ്റർ ആണ്. 11:39 6.5 മണിക്കൂർ കൂടി 6.5 മണിക്കൂർ കൂടി. ഇപ്പൊ നമ്മളുള്ളത് ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് വേയിലാണ്. ചായ ഇപ്പൊ കുടിക്കണ്ടേ? ഒരു റൗണ്ട് ഇപ്പൊ നമ്മളെ കയ്യിലുള്ള ചായ കുടിച്ചല്ലേ. സൺ കിസ്റ്റിന് പകരം മറ്റേ എല്ലാത്തിലും എല്ലാ പ്രാവശ്യം പറയുന്നതല്ലോ. ഫ്ലാസ്കില് മുത്ത ചായ എല്ലാം ആണ് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച സംഭവം വാങ്ങിയിട്ടുണ്ട്. ആ ചായ നമ്മളിപ്പോ കുടിച്ചു. ആ ചായക്ക് ഇപ്പൊ ചൂടുണ്ടായിരുന്നു. സ്റ്റിൽ വാം, ഭയങ്കര ചൂടല്ല, വാമായിട്ടുള്ള ചൂട്. അപ്പൊ നമ്മ ചായയും കേക്കും ബിസ്ക്കറ്റ് എല്ലാം കഴിച്ചു. ഇനിയിപ്പോ എടങ്ങ് നിർത്തിയിട്ട് ഒന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞ ഒരു 2-3 hours ആയിട്ട് ചായ കൊടുക്കും അല്ലേ. ഏകദേശം സൺസെറ്റ് ആവുന്ന സമയത്ത് എവിടെ നിർത്താം. ഇപ്പൊ വെയിലല്ലേ, കഴിഞ്ഞിട്ടൊരു 6 ഒരു 1 hour മിക്കവാറും മൈസൂർ എത്താമ്പോഴേക്കും. മൈസൂർ എത്തിയിട്ട് മൈസൂർ എത്താൻ പോകുന്ന സെറ്റപ്പ്. അപ്പൊ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. നമുക്കിനി ചായ കുടിച്ചിട്ട് വരാം. ചായ കുടിക്കാൻ വേണ്ടി വരാം. അതിനുശേഷം നമ്മൾ എടി നിർത്തിയില്ല, നമ്മൾ ഒറ്റ വരുത്ത് വന്നു. ഇപ്പോൾ വിരാജ്പേട്ട് കഴിഞ്ഞിട്ട് മാക്കൂട്ടം സൈഡിലേക്ക് പോകുന്ന ചുരം കയറിക്കൊണ്ടിരിക്കുന്നു, ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ റോഡില്ല. റോഡിന് പണി നടക്കാന്ന് തോന്നുന്നു. പണി നടക്കാനുള്ള പരിപാടിയാണ്. ഭയങ്കര സീനാണ്. ഒരു 3-4 കിലോമീറ്റർ കണ്ടിന്യൂസ് സീനാണ്. ഇപ്പോൾ റോഡ് ബെറ്റർ ആയിട്ടുണ്ട്. ഇവിടുന്ന് തൊട്ട് ഇല്ല, വീണ്ടും പോയി. പണി എടുക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. കാരണം ഒരു ബേസ് കോട്ടെല്ലാം വെച്ചിട്ട് ഇങ്ങനെ എന്തോ ചെയ്തു വെച്ച പോലെ ഉണ്ട്. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത്രയും 900 കിലോമീറ്റർ ഇത്തിരി നേരം വന്നിട്ട് വരാതെ ക്ഷീണം. ഇത് കഴിയുമ്പോഴത്തേക്ക് മിക്കവാറും നടുവൊക്കെ ആയിരിക്കുന്ന ചാൻസ്. ശരിയാവുമായിരിക്കും ചിലപ്പോ. 2-3 മാസം 2-3 മാസങ്ങളിൽ ചിലപ്പോ ശരിയാവുമായിരിക്കും. പക്ഷെ മെറ്റീരിയലൊന്നും ഇറക്കിയിട്ട് കാണുന്നില്ല. ചിലപ്പോ അറിയാൻ വേണ്ടി ഇപ്പൊ അങ്ങനെ ഇറക്കുന്നു പാടില്ല. ലോഡ് ചെയ്തടിക്കല്ലേ. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് സമയം 11 മണിയാണ്. അറൈവൽ ടൈം 2.5 മണിക്കൂറും കൂടി ഉണ്ട്. ഇനിയിപ്പോൾ മാക്കൂടെ കഴിഞ്ഞ് നേരെ ഇരിട്ടി ശ്രീകണ്ഠാപുരം ആ ഒരു ഇതിൽ പോവാ. തളിപ്പറമ്പ് പിന്നെ പയ്യന്നൂര്. എത്തുമായിരിക്കും. അപ്പം ഇനി ഏടി നിർത്താണ്ട് ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് എത്താമെന്ന് വിചാരിക്കുന്നു. സമയം 11:10. പയ്യന്നൂർ എത്തിയിരിക്കുക. നമ്മളെത്തി ഗായ്സ്. നല്ല ഉറക്കക്ഷീണം ഉണ്ടെന്ന് തോന്നുന്നു. ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്. ഓൾമോസ്റ്റ് നമ്മള് ഗൂഗിള് പറഞ്ഞ സമയത്ത് തന്നെ എത്തി. സ്റ്റാർട്ടിങ് പറഞ്ഞല്ലേ, ഓൾമോസ്റ്റ് ആ സമയത്ത് തന്നെ എത്തി. പിന്നെ 11 ഒക്കെ കാണിക്കണ്ടായിട്ടേ. പക്ഷെ നല്ലൊരു ട്രിപ്പായിരുന്നു.
It was nice. It was fun. ഗൈസ് നമ്മളിപ്പോ പയ്യന്നൂർ എത്തിക്കഴിഞ്ഞു. നല്ലൊരു ട്രിപ്പായിരുന്നു. അത്യാവശ്യം പൊളിച്ച് നല്ലൊരു ഇതായിരുന്നു. പക്ഷെ ആ ഒരു ചുരം കഴിഞ്ഞപ്പോ എനിക്ക് കുറച്ചൊരു ഛർദിക്കാൻ മുട്ടുന്ന പോലത്തെ ഒരു ടെൻഡൻസി വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് സൈഡായി. അപ്പാർട്ട് ഫ്രം ദാറ്റ് എല്ലാം നല്ലൊരു ട്രിപ്പായിരുന്നു. എനിക്ക് വിചാരിച്ചത്ര ക്ഷീണമൊന്നുമില്ല, അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. നൈസായിട്ട് എത്തി. റോഡും നല്ലതായിരുന്നു, കുഴപ്പമുണ്ടായില്ല. അപ്പൊ ഓക്കെ, ബൈ ബൈ. ഓക്കെ ഗൈസ്, വീണ്ടും സന്ധിക്കും വരേക്കും. ഗൈസ്, അങ്ങനെ നമ്മൾ നാട്ടിലെത്തി ഇന്നലെ. എന്നിട്ട് രാവിലെ അത്യാവശ്യം നല്ലോണം കിടന്നു തുടങ്ങി. ഇപ്പോൾ ഒരു 8:30 ആവുന്ന സമയത്ത് എത്തി. എന്നിട്ടിപ്പോൾ ഒരു 8:30 ആകുമ്പോൾ ഉറങ്ങി എണീച്ചിട്ടുണ്ട്. എന്നിട്ട് പെട്ടിയെല്ലാം നോക്കുന്നു. നല്ല ഭംഗിയുണ്ട് മൊത്തത്തിൽ. തീരെ ശബ്ദമില്ല, സൈലന്റ് ആയിട്ടുണ്ട്. മുത്തൂന് വെച്ച് മാത്രമേ ഉള്ളൂ. വണ്ടി ഓടിക്കുന്നുണ്ട്. അമ്മേൻ്റെ എല്ലാ പരിപാടികളൊക്കെ കുറച്ച് ചെടിയൊക്കെ വെച്ചിട്ട് പിന്നെ ആന കൂട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇന്ന് നമ്മൾ ഒരു അമ്പലത്തിൽ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ മുത്തോൻ്റെ വീട്ടിലേക്ക് പോവാണ്. നാളെയാണ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ എന്തായാലും നാളെയല്ല, മറ്റന്നാളാണ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ നാളെ നമ്മൾ ഇടുക്കിയിലേക്ക് പോവാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത പ്രാവശ്യം അപ്ഡേറ്റ് ചെയ്യാം.